എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഒരു പ്രധാന വീഡിയോ ആണ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. സാധിച്ചാൽ സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ റോഡുകളുടെ സ്ഥിതി നല്ല രീതിയിൽ അറിയുകയാണ്. ഓരോ ദിവസവും അപകട മരണങ്ങൾ കൂടിക്കൂടി വരികയാണ്. അതിൻ്റെ പ്രധാന കാരണം റോഡിൻ്റെ ശോചനീയാവസ്ഥ തന്നെയാണ്. ഒരു മഴ പെയ്താൽ റോഡ് മൊത്തം വെള്ളമാകുമ്പോൾ റോഡിലുള്ള കുഴികൾ പരസ്പരം കാണാൻ സാധിക്കാത്ത നിലയിലാകുന്നു. ടൂ വീലറിൽ യാത്ര ചെയ്യുന്നവർ കുഴി അറിയാതെ ഇവർ വണ്ടി ഓടിക്കുമ്പോൾ കുഴിയിൽ വീഴുന്നു. ഇവർ റോഡിലേക്ക് തെറിച്ചു വീഴുന്നു. പിന്നിൽ വരുന്ന വാഹനം അല്ലെങ്കിൽ മുന്നിൽ വരുന്ന വാഹനത്തിൻ്റെ അടിയിൽപ്പെട്ടവർ മരണമടിയുന്നു. ഇതൊരു നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാന ഉത്തരവാദി ആരാണ്? മരാമത്ത് വകുപ്പ്. മരാമത്ത് വകുപ്പ് ഇതിനെ ശ്രദ്ധിക്കുന്നില്ല. കാരണം അവർക്ക് ആര് മരിച്ചാലും എന്ത് പറഞ്ഞാലും അവർക്കൊരു നഷ്ടം അവർക്കുണ്ടാകുന്നില്ല. ഇവർ ചെയ്യേണ്ട ഒരു കാര്യം, അത് കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, ഇതൊക്കെ ഭരിക്കുന്ന അവർ ചെയ്യേണ്ടത് സഞ്ചാരയോഗ്യം, അതായത് ഗതാഗത യോഗ്യമല്ലാത്ത എല്ലാ റോഡുകളും ബ്ലോക്ക് ചെയ്യുക, ബാരിക്കേഡ് വെച്ച് ഗതാഗതം നിരോധിക്കുക. അതിലൂടെ ഒത്തിരി ജീവനുകൾ നഷ്ടപ്പെടാതെ നമുക്ക് കാണാം. എന്നാൽ ഇതിൽ മറ്റൊരു ഭാഗമുള്ളത്, ഇങ്ങനെയുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ ഗതാഗത യോഗ്യമല്ലാത്ത കുഴികളുള്ള റോഡുകൾ അത് അങ്ങനെ ഗതാഗതം സ്റ്റോപ്പ് ചെയ്താൽ കേരളം മൊത്തം നിശ്ചലമാകും. കാരണം കഷ്ടിച്ച് ഒരു 10% 15% റോഡ് മാത്രമേ ഗതാഗത യോഗ്യമായി കാണാൻ ഒക്കൂ. മറ്റു റോഡുകളെല്ലാം കുന്നും കുഴിയും ഒരു മെയിൻ്റനൻസും ഇല്ലാതെ നടക്കുന്നൊരവസ്ഥയാണ്. കാരണം അതിനുള്ള സാമ്പത്തിക ശേഷി ഇവിടെയില്ല. ഇവിടെ ഉള്ള സാമ്പത്തിക ശേഷി അനാവശ്യമായി സുപ്രീം കോടതിയിലും വലിയൊരു കേസ് വാദിക്കാനും പത്രപരസ്യം ചെയ്യാനും ഇതിനൊക്കെ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതായത് പഞ്ചായത്തിൽ വരെ അവരുടെ അധീനതയുള്ള റോഡുകൾ റിപ്പയർ ചെയ്യാനുള്ള ക്യാഷ് ഇല്ല, അവർക്ക് ഫണ്ട് കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നോക്കുകുത്തികളായി പോകുന്നു. അതുപോലെ തന്നെയാണ് ഈ മുനിസിപ്പാലിറ്റിയുടെയും. കോർപ്പറേഷന് പിന്നെ കുറച്ച് വിദേശ ഫണ്ടൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും അതും അത്ര വലിയ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. ഇവർ റോഡ് കുത്തിപ്പൊളിക്കാനും റിപ്പയർ കൊടുക്കാനും കൊട്ടേഷൻ എടുക്കാനും കോൺട്രാക്ടർമാരെ നിശ്ചയിക്കും, ഇതിനുള്ള തിരക്കില്ല. കാര്യം ഇവരെ കമ്മീഷൻ കിട്ടുന്നവരുടെ പ്രധാനതാണ്. അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് ഓരോന്ന് ചെയ്ത് കുഴി കുറച്ചുകൂടെ കൂടട്ടെ, കുറച്ച് ജീവനുകൾ നഷ്ടപ്പെടട്ടെ, എങ്കിൽ മാത്രമേ ഇവർക്ക് ചാകരയാക്കത്തുള്ളൂ. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഈ വകുപ്പ് മന്ത്രിയോട് മരാമത്ത് മന്ത്രിയോട് പറയുകയാണ്, നിങ്ങൾ ദയവ് ചെയ്ത് മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യരുത്. നിങ്ങൾ സാധിച്ചാൽ ചെയ്യേണ്ട ഇത് മാത്രമേ ഉള്ളൂ. ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകളെ ബ്ലോക്ക് ചെയ്യുക. അത് സ്ഥലം പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ് ബ്ലോക്ക് ചെയ്യുക. കാരണം ഇവർക്കാർക്കും പിന്നെ ജോലിക്ക് പോകാൻ പറ്റില്ല, പിന്നെ അത് പട്ടിണിയാകും. അവർക്ക് പട്ടിണി ആകാതിരിക്കണം മാർഗം, നിങ്ങൾ ഈ പരസ്യം കൊടുക്കുന്ന ഈ അനാവശ്യമായി ചിലവാക്കുന്ന ആ തുകയുണ്ടെങ്കിൽ ഈ റോഡ് ഗതാഗത യോഗ്യമല്ലാത്ത ഇത് ഉപയോഗിക്കാതെ ജോലിക്ക് പോകാൻ സാധിക്കാത്തവർക്ക് ശമ്പളമായിട്ട് കൊടുക്കുക. അതാണ് ലാഭം. നിങ്ങൾ കയ്യിൽ നിന്നൊന്നും കൊടുക്കണ്ട, അവരുടെ ക്യാഷ് ഉണ്ട്. അനാവശ്യമായി ദൂർത്തടിക്കുന്ന ആ തുക മാത്രം മതിയാകും. ഈ മെയിൻ്റനൻസ് റോഡ് മാന്യമായിട്ട് മെയിൻഷൻ അത് ചെയ്യത്തില്ല. അത് ചെയ്യാത്തതാണ് ഏറ്റവും കൂടുതൽ. നിങ്ങളൊന്ന് പത്രം എടുത്ത് നോക്കുക. ഇനി ഇതേ നോക്കിയോ, ഇനി മരണങ്ങളുടെ അപകടങ്ങളുടെ പരമ്പരയായിരിക്കും. കാരണം ഇപ്പോൾ ഇനി ഓണമാണ്. ഈ ഓണത്തിൽ വരുമ്പോൾ വാഹനങ്ങളുടെ തിരക്ക് കൂടും. തിരക്ക് കൂടുമ്പോൾ ഇവർ വല്ല പർച്ചേസിനൊക്കെ ഓണനാളുകൾക്ക് ആവശ്യമായിട്ടൊക്കെ വണ്ടി എടുക്കാത്തവരും വീട്ടിൽ ഒതുക്കിയിട്ടിരുന്ന വണ്ടി വല്ല റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മഴ പെയ്യുകയാണെങ്കിൽ അവർ കൂടുതൽ അപകടത്തിൽപ്പെടും, പ്രധാനമായും ടൂ വീലർ. അതുകൊണ്ട് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് പറയുക, ടൂ വീലറിൻ്റെ ഉപയോഗം കുറയ്ക്കുക, സുരക്ഷിതമല്ലാത്ത റോഡ് ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ എങ്കിൽ മാത്രമേ അവരുടെ ജീവൻ നിലനിർത്താനാകൂ. അല്ലെങ്കിൽ ഈ ഉത്സവ നാടുകൾ, ഈ ഓണനാടുകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മരണനിരക്ക് കൂടുന്ന വാർത്തകൾ മാത്രമേ പത്രത്തിൽ വരാൻ പറ്റൂ. ഇതിൻ്റെ കാരണക്കാരനാണെന്ന് വെച്ചാൽ അവരെ പിടിച്ച് ആദ്യം തുറുങ്കിലടയ്ക്കണം.
എന്തുകൊണ്ട് ഇങ്ങനെ റോഡ് റിപ്പയർ ചെയ്യാത്തതിൻ്റെ കാരണം എന്താണ്? അതിന് വിശദമായ ഒരു എൻക്വയറി നടത്തണം. കാരണം കോടതികൾ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊന്നും കാണുന്നില്ല. കാരണം ഈ മന്ത്രിയായിരുന്നാലും ഉദ്യോഗസ്ഥരായിരുന്നാലും അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട അവരുടെ പാർട്ടി കാര്യങ്ങളിലാണ്. ഇവിടെ മനുഷ്യൻ പിടഞ്ഞു മരിക്കുന്നതൊന്നും അവർക്കൊരു പ്രശ്നമുള്ള കാര്യമില്ല. ഇനി ഈ കയ്യും കാലും ഒടിഞ്ഞതിന് മുമ്പേ ഹോസ്പിറ്റലിൽ പോയി അവിടെ മരുന്നും കാണത്തില്ല. അവിടെയും ഉണ്ട് ബുദ്ധിമുട്ടുകൾ. കാരണം ആകെ മോശമായ ഒരു സാഹചര്യം സൃഷ്ടിച്ച് വയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ വകുപ്പ് മന്ത്രി ഹൂവർ ഇറ്റ് മേ ബി അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് യോഗ്യതയില്ലാത്ത റോഡുകൾ, ഗതാഗത യോഗ്യത അല്ലാത്ത റോഡുകൾ ബ്ലോക്ക് ചെയ്യുക, അവിടെ ഗതാഗതം അനുവദിക്കാതിരിക്കുക. പാവങ്ങൾ പട്ടിണി കിടന്നാലും വീട്ടിലിരുന്നുകൊണ്ടുള്ളൂ. ഇത് പട്ടിണി മാറ്റാൻ വേണ്ടി റോഡിൽ പോകുമ്പോൾ അവിടെ തലയിടിച്ച് വീണ് അവരുടെ മരണം വരിക്കുന്നേക്കാൾ എത്രയോ ഭേദമാണ്. നിങ്ങൾ അതിനാദ്യം ചെയ്യാം. അപ്പോഴറിയാം നിങ്ങളുടെ കറക്റ്റുള്ള ആ ഗതാഗത മരാമത്ത് വകുപ്പിൻ്റെ ആ എന്താണെന്നതിൻ്റെ എഫിഷ്യൻസി എന്ന്. നിങ്ങളിങ്ങനൊരു തീരുമാനം എടുക്കുക. കേരളത്തിലെ 75% റോഡും ഗതാഗത സൗകര്യമല്ലെന്ന് എല്ലാവർക്കും അറിയാം. അതെല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്യുക. യോഗ്യമല്ല, അത് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയൊക്കെ ചെയ്യുക. അങ്ങനെ ഗതാഗത യോഗ്യമല്ലാത്ത വണ്ടികളിൽ ഗതാഗതം നിർത്തിവെപ്പിക്കുക, അതിനെ ബ്ലോക്ക് ചെയ്യിപ്പിക്കുക. പാവം ആൾക്കാരുടെ മരണസംഖ്യയെങ്കിലും കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് അത് കാരണം ഈ പ്രധാനപ്പെട്ട ഈ മന്ത്രിയോടും പോലീസ് മേഖലയൊക്കെ പറയാണ്, അപകടങ്ങൾ ഒഴിവാക്കണമെങ്കിൽ ഇത് മാത്രമുള്ളൊരു ബോർഡ് വയ്ക്കുക. പണ്ട് കോവിഡ് കാലത്ത് നമ്മൾ നിരോധനമൊക്കെ ഓരോരോ ബ്ലോക്കായിട്ട് പോലീസുകാർ ഓരോ പിക്കറ്റ്, അതുപോലെ ഒരു ഒരു ബാരിക്കേഡ് ഉണ്ടാക്കി അവിടെ 2 പോലീസുകാർ ഡ്യൂട്ടി ഇട്ടാൽ ഗതാഗതം നിയന്ത്രിക്കും, അപകടങ്ങൾ ഒഴിവാകും. കുറച്ച് അപകടങ്ങളുടെ നിരക്ക് കുറച്ച് കാണിക്കാനുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ചെയ്യാമെന്നുള്ളത് 6 മാസം, അതായത് മഴക്കാലം വരുമ്പോൾ റോഡുകൾ വാഹനം ഉപയോഗിക്കാൻ ശ്രമിക്കാതിരിക്കുക, വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്യണം. വേണമെങ്കിൽ നടന്നു പോയിക്കോട്ടെ. 6 മാസം, അതായത് മഴക്കാലം അല്ലാത്ത സമയത്ത് മാത്രം റോഡുകൾ തുറന്നു കൊടുക്കുക. അപ്പോൾ പിന്നെ വീണ്ടും പൈസ ലാഭിക്കാം. അങ്ങനെ നോക്കുക. അതായിരിക്കും ഉചിതമായ മാർഗ്ഗം. ഇപ്പം ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. മഴ പെയ്യുമ്പോൾ അന്ന് ഗതാഗതം നിരോധിക്കും. ഇപ്പം യെല്ലോ അലർട്ട്, റെഡ് അലേർട്ട് എന്നൊക്കെ പറയും, അലേർട്ടൊക്കെ ചെയ്യുന്നത്. അതുപോലെ ഇങ്ങനെ ഒരു അലേർട്ട് മഴ വന്ന് ഇന്ന റോഡ് ബ്ലോക്കെന്ന് നോട്ടിഫിക്കേഷൻ കൊടുക്കുക. സോ നമുക്കതിലൂടെ അപകടത്തെ ഒഴിവാക്കാം. ജീവനിൽ കൊതിയുള്ളവർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് ഉപദേശിക്കുക, ദയവ് ചെയ്ത് മഴ വന്നാൽ 2 വീലർ എടുത്ത് വാഹനം ആ റോഡ് ഉപയോഗിക്കാതിരിക്കുക, ജീവൻ രക്ഷപ്പെടുത്തുക. വളരെ പ്രധാനമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ബുദ്ധിമുട്ടുകൊണ്ട് ഈ വീഡിയോ എങ്ങനെ ചെയ്യണം? കാരണം പത്രം എടുക്കുമ്പോൾ അപകടങ്ങളെക്കുറിച്ച് മാത്രമേ വായിക്കാനുള്ളൂ. അതിന് ഒരു അവസാനവുമില്ല. മന്ത്രിമാർക്ക് അവർക്ക് എവിടെ പോകാൻ അവർക്ക് അപകടങ്ങൾ സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല. അവർക്ക് എസ്കാർട്ടുണ്ട്, അവർക്ക് എല്ലാ സൗകര്യങ്ങളുണ്ട്. പാവം പിടിച്ച കൂലിപ്പണിക്കാരുണ്ട്. ഒരു ബൈക്കിൽ ഇപ്പം അവൻ കയ്യും കാലും നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ മരണമടയുന്നൊരവസ്ഥയാണ്. അവൻ്റെ കുടുംബം അതുപോലെ തീരുകയാണ്. ഇതിൻ്റെ എല്ലാം പ്രധാന ഉത്തരവാദി മരാമത്ത് വകുപ്പ് തന്നെയാണ്. ശ്രദ്ധിക്കുക. രാഷ്ട്രീയക്കാരെങ്കിൽ ഇതിൽ ഇടപെട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീരുമാനം കണ്ടെത്തുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.